രാജു? എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ? ഇല്ലെന്നേ. എന്നാ എനിക്കറിയാം. എവിടാ രാജു? എന്റെ കർത്താവ് ഇപ്പൊ എന്തുട്ടണ കാട്ട? ആ കാട്ടിപ്പറമ്പ മോനായെന്ന് പറഞ്ഞ തനി തറയാ. അതും എന്തും ചെയ്യാൻ മടിക്കാത്തൊരു മൂരി. ഇങ്ങനെ പോയാ എനിക്ക് ആ രാജുവിന് TC കൊടുത്ത് പറഞ്ഞു വിടേണ്ടി വരും. അച്ചോ, അവരിപ്പോ ഇങ്ങ് വരും. ഓ, നീ ഒരു കാര്യം ചെയ്. ദേ, ആ മുറിയുടെ പുറത്തു പോയി നിന്നോ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. അവന്മാര് വന്ന് ചോദിച്ചാ ഞാൻ അരമനെ പോയിന്ന് പറഞ്ഞാ മതി. അച്ഛൻ അങ്ങനെ അരമനയിലേക്കൊന്നും പോണ്ട. ഇപ്പൊ അരമനയിലേക്ക് പോണോ സെമിത്തേരി പോണോന്ന് ഞങ്ങൾ തീരുമാനിക്കും. എന്താണ്ട് എല്ലാരും കൂടി ഒരു ജാഥയായിട്ട് പൊതുയോഗം കൂടാൻ ഇതെന്താ തേക്കങ്കാട് മൈതാന? ഒരു കോളേജ് പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് കടന്നു വരുമ്പോ ചില മാനേഴ്സ് ഒക്കെ ഉണ്ട്. മാനേഴ്സ്? ആ മാനേഴ്സ് അറിയാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഇവിടം വരെ വന്നത്. എവിടെയാ രാജു? കളിച്ച് ഇപ്പൊ ഞങ്ങളുടെ കാളിലെ പെമ്പിളറാ കളി. അവന്റെ കൈ ഞങ്ങൾ വെട്ടും. കൈവെട്ടിക്കളഞ്ഞ കാണാനാ ചെറുക്കൻ ഒരു ശൈലം ഉണ്ടാവില്ല. അത് വേണ്ടടാ മോനെ. അച്ഛന്റെ തറ തമാശ കേൾക്കാമെന്നല്ല ഞങ്ങള്. ചൂടാകാതെ കാര്യം എന്താന്ന് വെച്ചാ പറയടാ. ആ തെണ്ടി ഐസ്ക്രീം പാർലർ വെച്ച് ഇവിടെ എന്താ ചെയ്തെന്ന് അച്ഛനറിയോ? എന്താ മോളെ, അവൻ നിനക്ക് ഐസ്ക്രീം വല്ലതും വാങ്ങി തന്നോ? അവന്റെ ഐസ്ക്രീം കഴിക്കാനേ എന്നെ കിട്ടില്ല. അവൻ കാണിച്ച പോക്കൃതം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. വേണ്ട, അവൻ എന്താ കാണിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് വലിയ തെറ്റ് തന്നെയാ. ഞാൻ ആ ചെക്കനൊന്ന് കാണട്ടെ. ഇങ്ങനെയുള്ള ഒരു ചുറ്റിക്കളി ഉണ്ടാവാതെ ഇനി ഞാൻ നോക്കിക്കോളാം. നിന്നോട് അവൻ 6-ാം പ്രമാണം വല്ലതും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അപ്പോളജിയും ചെയ്യിക്കാം. ഇപ്പൊ മക്കള് സമാധാനായിട്ട് പോവോ? അങ്ങനെ അങ്ങ് പോവാൻ പറ്റില്ലച്ചോ. ഞങ്ങൾ അവനെ കണ്ടിട്ടേ പോവും. ഇതുവരെ നല്ല മാനേഴ്സുള്ള അച്ഛനായിട്ടാ ഞാൻ സംസാരിച്ചേ. വേഷം കെട്ടൊന്നും ഈ കുളത്തി പറമ്പലിനോട് വേണ്ട. കോളേജിൽ പഠിക്കുമ്പോണ്ടല്ലോ നിന്നേക്കായും വലിയ ഗുണ്ടകളെ കണ്ടല്ലോ അവനെ കുളത്തില്. പണി പറഞ്ഞ് നാട്ടിക്കല്ലേ. എടാ മോനായി വെറുതെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കല്ലേ. അവൻ ചെയ്ത തെറ്റ് തന്നെയാ. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിൽ അവനെ കൊണ്ട് ചെയ്യിക്കാം. ഈ കളി മോനായി കുറെ കണ്ടതാ. അവനെ നിങ്ങൾ എവിടെ ഒളിപ്പിച്ചാലും മോനായി കണ്ടുപിടിക്കും. എടാ രാജുവിനൊരു അബദ്ധം പറ്റിയതാ. അവൻ ചെയ്ത തെറ്റിന് അവനെ കൊണ്ട് ഈ കുട്ടിയോട് മാപ്പ് അറിയിച്ചാ പോരെ. ശരി, ഞങ്ങളിപ്പോ പോകുന്നു. നാളെ രാവിലെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ സ്റ്റുഡൻസിന്റെയും മുമ്പിൽ വെച്ച് രാജു ഈ പെൺകുച്ചിനോട് മാപ്പ് പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ അവൻ മാപ്പ് പറയൂ അച്ചോ? കോപ്പ് പറയും. ഓ ശരി, ചുമ്മല്ല വെണ്ണ് കിട്ടാത്ത. എടാ വിനോദേ, ഇന്ന് ആ രാജു പറഞ്ഞില്ലെങ്കിൽ ആ മോനായും കൂട്ടരും വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. എന്റെ കയ്യിലുണ്ട് കാതൽ കടിതം. എടാ നീ കേൾക്കുന്നുണ്ടോ? അതിനവനൊന്ന് കണ്ടുകിട്ടാൻ റവേ. അതിന്റെ ഇടയിൽ ആ പെണ്ണിന്റെ തന്ത വന്ന് പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുത്തതാ. പിന്നെയും കുഴപ്പമായത്. എടാ ദേ വരുന്നുണ്ടോ? പെണ്ണിന്റെ തന്തയാ? അല്ലടാ രാജു. ആ വന്നല്ലോ ചാരൂക്കാൻ. എന്നെ കൊണ്ട് മാപ്പ് പറയിക്കാൻ നീ ആരടാ? കണ്ടവളുടെയൊക്കെ മുന്നിൽ ചെന്ന് മാപ്പ് പറയാൻ രാജു ചെറിയാൻ രണ്ടാമത് ജനിക്കണം. എടാ അളിയ, ആ മോനായും കുട്ടി അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വന്നപ്പോ നീ എന്നെ കൊണ്ട് മാപ്പ് പറയിക്കാന്ന് കരുതിയടാ. എന്റെ പട്ടി പോയി പറയാം അവളോട് മാപ്പ്. എന്റെ നേരെ കൈ ചൂട്ടിയാ ഞാൻ അവളുടെ കൈക്കാരി പിടിച്ചത്. ഇപ്പൊ തോന്നുന്നു അവളുടെ കൈക്കല്ല പിടിക്കേണ്ടിയിരുന്നെന്ന്. നീ ഇങ്ങനെ ചൂടാവല്ലേ. നീ ഒന്ന് അവിടം വരെ ചെന്ന് അവളോട് ഒരു സോറിയൊക്കെ പറഞ്ഞ് പ്ലാനിങ് വാ. ഞങ്ങളും വരണ. വേണ്ട, നിനക്ക് അത്ര വിഷമമാണെങ്കിൽ നീ ഒന്ന് മാപ്പ് പറ. എന്തായാലും പ്രശ്നം വളരെ സീരിയസ് ആണ് രാജു. അച്ഛൻ നിനക്ക് TC എന്ന് പറഞ്ഞുവിടാനിരിക്കുക. എന്നാ അതൊന്ന് കാണട്ടെ. എന്നെ ഇറക്കി വിടാൻ ഫാദർ കുളത്തിലല്ല, സാക്ഷാൽ മാർപ്പാപ്പ വന്നാലും ഒന്നും നടക്കില്ല. രാജു ആരാണെന്ന് ശരിക്കും ഞാൻ അവക്ക് കാണിച്ചു കൊടുക്കും. വേഗം നോക്കിയോ. രാജു, അവൻ പോയി വല്ല പ്രശ്നം ഉണ്ടാക്കും. ആ പ്രശ്നം ഉണ്ടാക്കട്ടെ. ആ മുള്ളമ്പതിയോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. 2.5 കിടുമ്പോ തന്നെ പഠിച്ചോളൂ. ഹായ് മായ. എന്താ വിനു? രജിക്ക് ഇപ്പോഴും നിന്നെ ഇങ്ങനെ പോയാൽ നീ പഠിച്ചോളും.